എ.ഐ.സി.സി വിളിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ദില്ലിയിൽ ചേരുന്നു. അതിനിടെ കെ സുധാകരനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കത്ത് നൽകി. പാർട്ടിയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവിനെ കെ.പി.സി.സി അധ്യക്ഷനാക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യപ്പെട്ടു. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. സിബി, ഈ ദില്ലിയിലെ യോഗത്തിൽ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ചർച്ചയാകില്ല എന്ന് നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെയാണ് ഈ മണിക്കൂറുകളിൽ ഇത്രമേൽ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിൽ ഉടലെടുക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കമാൻഡിന് മുന്നിൽ വരുന്നത്? അസിത, എന്തായാലും ദില്ലിയിലെ ഇന്ദിരാഭവനിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് യോഗം ആരംഭിച്ചിട്ടുണ്ട്. കേരള നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയും കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. കേരളത്തിൽ നിന്നും കെ.പി.സി.സി പ്രസിഡന്റ് കൂടാതെ വി.ഡി. സതീശനും അടക്കമുള്ള മറ്റുള്ള കെ.പി.സി.സി ഭാരവാഹികളും എം.പിമാരെല്ലാം തന്നെയും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അസിത പറഞ്ഞ പോലെ ഏറ്റവും രാഷ്ട്രീയമായി കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഈ ഒരു യോഗം എന്നുള്ളതാണ്. ഇത് വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് യോഗമെന്ന് പറയുമ്പോഴും ഈ പാർട്ടിക്കുള്ളിലെ വലിയ ഒരു ഐക്യമില്ല, അല്ലെങ്കിൽ ഒരു ഭിന്നത വലിയ രീതിയിൽ ഇപ്പോൾ പ്രകടമാവുകയും അത് ഏറെ ശക്തമായ ഒരു സാഹചര്യമുണ്ട്. ഇതിനെല്ലാം തന്നെ ഒരു സമവായം കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു അനുനയ ശ്രമം നടത്തുക എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ സംസ്ഥാന നേതൃപദവിയിൽ അല്ലെങ്കിൽ കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റണമെന്നും കെ സുധാകരനെ നിലനിർത്തണമെന്നും രണ്ടഭിപ്രായം വരുന്നു. അതുകൂടാതെ ശശി തരൂരിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെയും അദ്ദേഹം ഉയർത്തിയ പല പരാമർശങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസിൽ സാധാരണക്കാർക്കിടയിൽ പോലും പ്രവർത്തനമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ, അതുകൂടാതെ ഈ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടടക്കം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഒരു കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് ദൗർബല്യമാണെന്ന ഒരു സാഹചര്യം, അങ്ങനെ നിരവധി റിപ്പോർട്ടുകളെല്ലാം തന്നെയും അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു യോഗം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ നേതാക്കന്മാരുടെ യോഗം ഏകദേശം ഒരു അരമണിക്കൂറോളമായി ഈ യോഗം തുടരുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് ഓരോ നേതാക്കന്മാരുമായി ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള സാധ്യത കൂടി ഈ ഒരു യോഗത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കെ.പി.സി.സി അധ്യക്ഷനെ മാറ്റി നടക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ സംഘടന വേണമോ എന്ന കാര്യത്തിലെല്ലാം തന്നെയും എല്ലാ നേതാക്കളുടെയും അഭിപ്രായം തേടിയേക്കും. വി.എം. സുധീരൻ അടക്കമുള്ള നേതാക്കൾ ഈ ഹൈക്കമാൻഡ് വിളിച്ചേർന്ന യോഗത്തെ വളരെയധികം അഭിനന്ദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു യോഗം അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് വി.എം. സുധീരൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരൻ മാറി നിൽക്കണം, അല്ലെങ്കിൽ പുതിയ എല്ലാ രീതിക്കും ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം വരണമെന്ന ആവശ്യം മുല്ലപ്പള്ളി ഉന്നയിച്ചുകൊണ്ട് ഖർഗെയ്ക്ക് കത്തയച്ചിട്ടുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ കേരള ഹൗസിൽ നാടകീയമായ പല നീക്കങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ഇന്ന് രമേശ് ചെന്നിത്തല വന്ന് ബെന്നി ബെഹ്റാൻ കാണുന്നു, അടൂർ പ്രകാശ് കാണുന്നു, എം എ ഹസൻ അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെല്ലാം തന്നെയും ഒരു നാടകീയമായ തിരക്കിട്ട കൂടിക്കാഴ്ചകൾ കൂടിയായിരുന്നു ഇന്ന് കേരള ഹൗസ് സാക്ഷ്യം വഹിച്ചത്. സ്വാഭാവികമായും കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഒരു മാറ്റമുണ്ടായാൽ ഇനി ആര് എന്ന ചോദ്യം വളരെ വലിയ പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെയെങ്കിലും ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാത്ത രീതിയിൽ ഒരു ആളെ സുധാകരന് പകരം വെക്കാൻ ഒരാളുണ്ടോ എന്നുള്ള ചോദ്യവും മാറി നിൽക്കുന്നു. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഒരു യോഗം പുരോഗമിക്കുകയാണ്. കെ.പി.സി.സി പ്രസിഡന്റിനെ മാറ്റണമെന്നതടക്കമുള്ള വിഷയങ്ങൾ ആ മണിക്കൂറുകളിൽ തന്നെ കോൺഗ്രസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.